ഇത് വളരെ വ്യക്തമായിരുന്നു എല്ലാവർക്കും, ഭക്തന്മാർക്കും ജനങ്ങൾക്കും നമ്മൾ വായിക്കുന്ന കാണുന്ന ഈ സംഭവം അറിയുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിരുന്നു ഇതെന്താ സംഭവിക്കുന്നതെന്ന്. കേരള പോലീസ് വളരെ നല്ല അന്വേഷണം നടത്തുന്നവരാണ്, പക്ഷേ ഇത് അവരുടെ കൈകളിൽ നിൽക്കില്ല. ഇത് ശബരിമല മാത്രം ഒതുക്കി നിൽക്കുന്നതുമല്ല, മറ്റു പല ക്ഷേത്രങ്ങളിലും വളരെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും, നവരത്നങ്ങൾ അടങ്ങിയ കിരീടം, ദണ്ഡുകൾ, അതുപോലെയുള്ള വിഗ്രഹങ്ങൾ, ആഭരണങ്ങൾ ഒന്നും ഇങ്ങനെ കണക്കില്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവർ മാത്രം, ദേവസ്വം ആൾക്കാർ മാത്രം അവർ ധൈര്യപ്പെടില്ല. കാരണം ഇത് അത്രയ്ക്ക് വിലപിടിപ്പുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു നിലവറ തുറന്ന് അതിനകത്തുനിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ആരും അറിയാതെ അവർക്ക് സാധിക്കില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. നിലവിലിപ്പോൾ മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കോടതി അടക്കം പറഞ്ഞിരുന്നു 2019 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഇതിൽ പ്രതിക്കൂട്ടിലാണ്, അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതി അടക്കം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT സംഘം ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് മുൻ DGP ആയ R ശ്രീലേഖ. തീർച്ചയായിട്ടും കോടതി ചെയ്തിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്, പക്ഷേ ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത് വളരെ വ്യക്തമായിരുന്നു എല്ലാവർക്കും, ഭക്തന്മാർക്കും ജനങ്ങൾക്കും നമ്മൾ വായിക്കുന്ന കാണുന്ന ഈ സംഭവം അറിയുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിരുന്നു ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ സമഗ്രമായ ഒരു അന്വേഷണം ഇതിനകത്ത് വേണം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസിനെ കൊണ്ട് സാധിക്കില്ല എന്ന ഒരു ചിന്ത വന്നതും കേന്ദ്ര ഏജൻസി ഏതെങ്കിലും CBI അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നതും. നിലവിലുള്ള ഈ ഒരു അന്വേഷണത്തെ എങ്ങനെയാണ്, തൃപ്തികരമാണോ? കേരള പോലീസ് വളരെ നല്ല അന്വേഷണം നടത്തുന്നവരാണ്, പക്ഷേ ഇത് അവരുടെ കൈകളിൽ നിൽക്കില്ല. ഇത് കാരണം ഇതിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെയും അന്താരാഷ്ട്ര ഒരു റിപ്പർക്കഷൻസും അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു കാര്യവും ഉള്ളതാണ്. കാരണം ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്ന ഈ സാധനങ്ങളുടെ ഒരു പൗരാണിക വില എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ മാറ്റി അതിന് പകരം വേറെ ഒരു തരത്തിലുള്ള വിഗ്രഹം അല്ലെങ്കിൽ പാളികൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ആ സാധനം എവിടെ പോയിട്ടിരിക്കാം എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അത് വിദേശത്ത് പോയതാണോ, എവിടെ പോയതാണ്, എത്രമാത്രം രൂപയ്ക്ക് വിറ്റു എന്നുള്ളതൊക്കെ അറിയണം. ഇത് ശബരിമല മാത്രം ഒതുക്കി നിൽക്കുന്നതുമല്ല, മറ്റു പല ക്ഷേത്രങ്ങളിലും വളരെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും, നവരത്നങ്ങൾ അടങ്ങിയ കിരീടം, ദണ്ഡുകൾ, അതുപോലെയുള്ള വിഗ്രഹങ്ങൾ, ആഭരണങ്ങൾ ഒന്നും ഇങ്ങനെ കണക്കില്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കേരള പോലീസിന് മാത്രം അവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സംശയമില്ല, പക്ഷേ അതിൽ നിൽക്കില്ല. അന്തർദേശീയ അല്ലെങ്കിൽ അന്തർ സംസ്ഥാനമായിട്ടുള്ള കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചട്ടം. ഇതിന് പിന്നിലൊരു രാജ്യാന്തര സംഘമുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലും ഇത് സംസ്ഥാന സർക്കാർ അറിയാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമോ? കാരണം ഇത്രയും വലിയൊരു സുരക്ഷയുള്ളൊരു ക്ഷേത്രം, പോലീസ് സന്നാഹങ്ങളും മറ്റുമെല്ലാം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഇങ്ങനെ നടക്കുമോ? വളരെ സംശയകരമാണ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. ആരും അറിയാതെ ഇവർ മാത്രം, ദേവസ്വം ആൾക്കാർ മാത്രം അവർ ധൈര്യപ്പെടില്ല. കാരണം ഇത് അത്രയ്ക്ക് വിലപിടിപ്പുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു നിലവറ തുറന്ന് അതിനകത്തുനിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ആരും അറിയാതെ അവർക്ക് സാധിക്കില്ല. അതപ്പം മോളിൽ നിന്നുള്ള വളരെ ഉന്നത നിലയിലുള്ള ആരെങ്കിലും ഒക്കെ അവരുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം ചെയ്തിരിക്കുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP നേരത്തെ തന്നെ പറഞ്ഞ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന്. അദ്ദേഹത്തിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യായിരുന്നു, ഇത് തടയായിരുന്നു, അത് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് അദ്ദേഹം അതിനെ നിരീക്ഷിച്ചില്ല എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിലവിലുള്ള അന്വേഷണ സംഘത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം കൂടുതൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇത് കേന്ദ്ര ഏജൻസിക്ക് മാറണം, എന്താ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താങ്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളൊരു ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ നടക്കുന്നല്ലേ ഉള്ളൂ. അതിന് എനിക്കൊന്നും അറിയില്ല, അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. വളരെ നന്ദി. എന്തായാലും ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP മുൻപേ ഉന്നയിച്ച ഒരു ആവശ്യം, ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അതുതന്നെയാണ് R ശ്രീലേഖയും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.